പൂജ ചെയ്താൽ മാറാവുന്നേ ഉള്ളൂ. നമുക്ക് തിങ്കളാഴ്ച തന്നെ ചെയ്യാം. ഞാൻ വിളിക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇതെടുക്കണേ ചേച്ചി. അയ്യോ വേണ്ട വേണ്ട, അത് പൂജേന്റെ സാധനങ്ങളാണ്. ഞാനിവിടെ ചന്തപ്പുരയില്. ചന്തപ്പുരയിലാ? എന്നാ മോളെ എനിക്കൊരു ഉപകാരം ചെയ്യാം. എന്തിന്? മോളിലൊരു അമ്മ താമസമുണ്ട്, നടക്കാനൊന്നും പറ്റൂല. അവരെനിക്ക് സാധനം മേടിക്കാൻ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. മോളൊന്ന് ഇവിടെ എത്തിക്കോ. എന്നാ ശരി, ഞാൻ ലിസ്റ്റ് എടുത്തിട്ട് വരാം. മോളെ എത്രയാ മോളെ? 30. ഓൺലി 30. വീട് ഒരുത്തനുണ്ടായിനി, ഓനിപ്പോ കാറിലേക്ക് മാറി. അതുകൊണ്ടാ. അപ്പൊ പൈസയോ? ഏയ് പൈസ ഒന്നും വേണ്ട. അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റിൽ അമ്മക്ക് അക്കൗണ്ട് അവിടെ ലിസ്റ്റ് കൊടുത്താ മതി. ചേച്ചി പാലത്തിന്റെ അടുത്ത് ബ്ലോക്ക് ഉണ്ടാ? അവിടെ ബ്ലോക്കാണ്. ഇതിപ്പൊ വേണ? തിരക്കൊന്നുമില്ലാന്ന്. നാളെ ഓട്ടോ പോകുമ്പോ ഇവിടെ ഇറക്കി തന്നാ മതി. നിങ്ങളെ പേരെന്നാ? എന്റെ പേര് കുഞ്ഞമ്പു. ലിസ്റ്റിന്റെ അടിയില് എന്റെ നമ്പർ ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോ. ഞാൻ വിളിക്കാം. ഇനി രാവിലെ വേറെ പണിയൊന്നുമില്ല. അതുണ്ടല്ല, ഈ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ലല്ലോ. അല്ല, ഓട്ടോറിക്ഷക്കാർക്ക് എന്തിനാ ഇൻഡിക്കേറ്റർ? ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിലല്ലേ അത് ഇടാണ്ട് എനിക്ക് തിരിക്കാൻ പറ്റൂ. ഓ, ഒരു 10 മിനിറ്റ്. ഇപ്പൊ ശരി. സുധിയേട്ടാ, ഇവനെ ഏറടിച്ച് നിങ്ങളെ ടയർ മിക്കവാറും പൊട്ടിക്കോട്ടാ. ഇതെന്റെ ടയറാ. അന്റെ അല്ലടാ, അതെനിക്ക് ആവശ്യമുള്ള. ഓ തന്നോളാം. അതെ, നമ്മക്കൊരു ആരോഗ്യ കഞ്ഞി കുടിച്ചിട്ട് വന്നാലോ. ഈ മാസിലേലും ഇങ്ങ് പുറത്തേക്ക് വരട്ടല്ല. അത് സൂപ്പർ. എന്താ നിങ്ങളെ സിനിമ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, നിങ്ങൾ നായകനായിട്ട് വേണം എനിക്ക് നിങ്ങളെ നായികയായിട്ടൊന്ന് അഭിനയിക്കാൻ. സുധിയേട്ടാ ഒന്ന് നോക്കിയേ, എങ്ങനെയുണ്ട് നായകനും നായികനും? നന്നായിട്ടുണ്ട്. വടക്ക് നോക്കിയ യന്ത്രം സെക്കൻഡ് പാർട്ട്. ഏട്ടാ എന്തേ നിങ്ങളൊന്നും കഴിക്കില്ല? നല്ല ചോദ്യം. നമ്മൾ കുടിച്ച പൈസ എങ്ങനെ നമുക്ക് കിട്ടും? നമ്മളില്ലെങ്കിലേ ഓരോ കഞ്ഞൊടി മുട്ടും. ഒറ്റക്കെട്ട കഞ്ഞിയും കളരി. അതെ, നമുക്ക് അതിനകത്തൊന്ന് കഴിക്കാലോ. എന്തിന്? ഇതൊക്കെ തട്ടിപ്പാന്ന്. കാരാട്ടയാണ് ബെസ്റ്റ്. അതിലെന്താന്നറിയില്ല, ഒരു റുക്കണ്ടല്ലേ കൂടക്കപ്പ. அண்ணே நீங்க கிணத்துல வந்ததுக்கு காரணம் அந்த பொண்ணு தான். அந்த பொண்ணா? மூதேவி. ഇനി പൈസ കൊടുക്കൂലേ? ആരാ? നമസ്കാരം. നമസ്കാരം. ഞങ്ങളുടെ കഞ്ഞുടിക്കാൻ വന്ന അപ്പൊ ഒന്ന് കാണാൻ. ഓ ആയിക്കോട്ടെ. അല്ല, ഇവിടെ കഥകളി എടുപ്പിക്കുക. കഥകൾ? കളരി ഏതാ സ്റ്റൈല്? തെക്കനാ വടക്കനാ? കണ്ടാ മനസ്സിലാവോ രണ്ടും? അല്ല, ഞാൻ കരാട്ടയാ. ഇത് പഠിക്കണമെങ്കിൽ എപ്പോ മുതലാ പഠിക്കണ്ടേ? 7-8 വയസ്സിൽ പഠിക്കുന്നതാ നല്ലത്. ആ പ്രായത്തിൽ നല്ല മെയ്വഴക്കം ഉണ്ടാവും. പിന്നെ മനസ്സുണ്ടെങ്കിൽ ആർക്കും ഏത് പ്രായത്തിലും പഠിക്കാം. ഇനി മോള് പോയി പ്രാക്ടീസ് ചെയ്തോ. അടുത്താളോ ജാനി. നമ്പറില്ലല്ലോ. കട്ട കണ്ട കട്ട അത് പോരാ. ഇത് കാരാട്ടാണ്, കാരാട്ട. ഒന്നങ്ങോട്ട് മാറി. ഇത് എന്തൊരു സോഫ്റ്റ് ആണ്. പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടല്ലോ. നമുക്ക് ശരിയാക്കാം. നിങ്ങൾക്ക് കരാട്ട പഠിച്ചൂടെ? ഇനി മേലാൽ അനുവാദമല്ലാണ്ട് ഒരാളെ മേത്ത് തൊടരുത്. ഞാൻ തൊടൂല. ചെയ്തോ. അതെ, ഇതൊന്ന് തുറക്കുവാ. ഒന്ന് ടമ്പർ ചെക്ക് ചെയ്താ എന്നൊന്ന് അയച്ചുവിടാൻ പറ പ്ലീസ്. അനി പാട്ട് വെക്കുവന്ന്? അതെ, ഒന്നും വിചാരിക്കല്ല. ഒരു കാര്യം തന്നെ സ്വീകരിക്കോ? ഇത് എന്താണ് വിശേഷം? ഒന്നുമില്ലപ്പാ, നമ്മള് ജോർജറ്റിനെ പേടിയാന്ന്. മോരുമേളം കുടിച്ചപ്പോ ചില്ലറില്ലാത്തോണ്ടെന്ന്. ഇതിപ്പോ പായസം പോലെ ആയല്ല. അതിന് ഭയങ്കര ചൂടല്ലപ്പാ. കഴിക്കണേ. ശരി. ഇന്ന് മുട്ട നനക്കില്ലേ? എടാ, അത് 3000 കാറ്റ് പുല്ലുമണ്ടി
വിളിച്ചാലും ഫോൺ എടുക്കില്ല. എന്തിനാ ഫോൺ ചാന്തേട്ടാ ഇങ്ങ ചാന്തേട്ടാ കണ്ടിനാ ഓന്റെ വണ്ടിയാടി ഉണ്ടല്ലോ വീട്ടിലെന്തെല്ലാം ആവശ്യമുണ്ടപ്പാ. ഓള് ഭയങ്കര ദേഷ്യത്തിനാണ്. നല്ലൊരു കുടുംബത്തോണ്ട് പെണ്ണിന്റെ അവസ്ഥ കൊളക്കുന്നവർ തന്നെ ഉണ്ടാവും ഉറപ്പന്നെ. എന്തൊരു കഷ്ടല്ലേ. എനിക്ക് വേറെ ഭാര്യണ്ടാ. രമേശ ചന്ദ്രേട്ടനുണ്ടോ ഇതിനേടാ? ഇല്ലപ്പാ. ഉറപ്പന്നെയാ? ഉറപ്പാ. ഉറപ്പന്നെയല്ലേ? ആന്ന് കൊണ്ടുപ്പാ കളിച്ചാൽ ചോന്ത അടിക്കുക നയിച്ചു വെച്ചോളൂ വലിയ. ആ കണ്ണന്റെ അവസ്ഥ ഇങ്ങനെയല്ലേ ഉണ്ടായിനി. ഓനീനെ കാട്ടിയപ്പറപ്പ രണ്ടുമില്ലേ ഓന് വെള്ളടിയില്ലേ? രണ്ടുണ്ടായിരുന്നു. ചീട്ടടി ഉണ്ട്. അല്ല ഓനെപ്പോ വരുവാ? അത് നാസറോട് ചോദിച്ചാ പോരെ. എടാ നാസറേ. നാസറേ. വെള്ളപ്പോ വരുവാ? 12 12 നല്ല സന്തോഷം ഉണ്ടല്ലോ. രണ്ടാളും നല്ല വെള്ളടിയായിരുന്നല്ലോ. ഗൾഫ് പോയോണ്ട് രക്ഷപ്പെട്ടു. അതന്നെ. ഈ കൂരിപ്പിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ കണ്ട നേരം. എന്റെ മോളെ ഞാനിപ്പോ നിന്നെ വിചാരിച്ചേലു നീയുടെ പൂനി ഫ്ലൈറ്റ് ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ ലഗേജ് വരാൻ വേണ്ടിട്ട് കുറച്ച് സമയം എടുക്കും എന്തായാലും. അല്ല ഫ്ലൈറ്റ് ഓഫ് ആയിട്ടോ? എയർടെ അല്ലേ? നല്ല ഡ്യൂട്ടി പേടാത്തല്ലേ? അതെ അതെ. കുപ്പിയിടൂലേ? കിട്ടൂലേന്നാ ഓനാണ് സ്കോച്ച് വാങ്ങിയിട്ടുണ്ടോ? എനിക്ക് ഒറ്റ വിചാരേ ഉള്ളൂ. നമ്മളെ കണ്ണല്ലത് പിന്നെ അങ്ങോട്ട് ഓർഡർ എടുക്കേണ്ടി എത്ര ഞാൻ മെലിഞ്ഞു പോയാലോ. അതിന്റെ താടി പോയോണ്ട് തോന്നിയ ഓന്നൂടി ചെറുപ്പായതല്ലേ? ചുള്ളലായി വെട്ടിലെടുത്തിട്ട് വരാം. എന്താ എന്താണ് വേറെ എടുക്ക ഒന്നുമില്ലടാ. എന്താ ആകെ ഭാഗ്യം മാത്രമേ ഉള്ളൂ. എന്താണ് പറയടാ. എന്താ പ്രശ്നം? പറ. എല്ലാം പോയാ കാര്യം പറ. പറവീ അവരെന്നെ പറ്റിക്കലേനോടാ. പോട്ടെ സാരമില്ല കരണ്ട. ദേഷ്യമില്ല ജോലിയുമില്ല. അല്ല മോനാ ആ സന്നട്ടോ കണ്ണനെത്തിയാ? ആ കണ്ണനെത്തിയിട്ടുണ്ട്. ആ പക്ഷെ അതല്ല കയ്യിൽ 10 പൈസ ഇല്ലാണ്ടാവും വന്നിനി. എന്താ കാര്യം? വിസക്കൊന്നും ഒരു പ്രശ്നം പണിയൊന്നും അവിടെ ശരിയായില്ലോ. ആടുന്ന ആൾക്കാരെല്ലാം കൂടി കയറ്റി വിട്ടതാ. കണ്ണൻ നിങ്ങളെ കൂടി ഉണ്ട് ഇപ്പൊ? ആ ഓനിടെ ഉണ്ട്. അതല്ല ശാന്തട്ട പ്രശ്നം. ഓനിപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെയാ വീട്ടിലേക്ക് പറഞ്ഞേക്കുവാ? ഓന്റെ ഭാര്യ മക്കളവിടെ കാത്തിരിക്കുന്നുണ്ടാവില്ലേ? അല്ല ശാന്തട്ടാ നമ്മൾ ആശാസ്മാരക ഫണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല അത് പറ്റില്ല. ആശാൻ ഫണ്ട് എടുക്കാൻ പറ്റില്ല. അത് എല്ലാവരും ഉള്ളതല്ലേ? അത് പറ്റില്ല. അത് പറ്റില്ല. അല്ല പിന്നെ നേല് ഞാനും അതായി ആലോചിക്കുന്നു. നമ്മളെയാണെങ്കിൽ വേറെ പൈസയുമില്ല. അപ്പൊ പിന്നെ എന്താ ഇപ്പൊ ചെയ്യല്? അത് വിട്ട ഓനാ നീ പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്. നമ്മളിൽ ഒരാൾ പട്ടിണി എടുക്കുമ്പോ ഓനല്ലേ പൈസക്ക് ആവശ്യം.